ഉപ്പൻ. ആ ചുവന്ന കണ്ണുകളിലേക്ക് ഞാൻ നോക്കി. എന്നിലെ ആർദ്രതയുടെ വറ്റിപ്പോയ കണ്ണീർ കണങ്ങൾ ഒഴുകിയിറങ്ങിയില്ലെങ്കിലും കണ്ണീരിൻ്റെ നനവ് ആത്മാവിൽ ഒഴുകിയുണരുന്നുണ്ടായിരുന്നു. ചെമ്പോത്തിൻ്റെ മിനുസമുള്ള ചിറകുകളിൽ ചെമ്പ് തെളിയുമ്പോൾ സ്വർണ്ണ മത്സ്യത്തിനേക്കാൾ ഈ ചെമ്പിനാണ് വിലയെന്ന് മനസ്സ് മന്ത്രിച്ചു. ചെമ്പോത്തിൻ്റെ ചുണ്ടുകൾ വിടർന്നും രക്തം ഒഴുകിയും കണ്ടതിൽ വലിയ വേദന തോന്നി. ലോകത്തിലെ മാംസപൊക്കുകളായ സർവത്തോടും അമർഷം തോന്നിയെങ്കിലും ഈ ചകോരാതി പക്ഷിയെ വേട്ടയാടിയവനോട് ഒരമർഷവും തോന്നിയില്ല. കാരണം അയാൾ അത് ചെയ്തത് എൻ്റെ വിശപ്പ് മാറ്റാനും കൂടെയാണ്. അക്ഷണം രാജി. അൻപത്തൊന്നിൻ്റെ നെറുകയിൽ അരമുഴം കയറാരു നൽകി. അൻപിൻ്റെ 1000 മന്ത്രജപങ്ങളിൽ ആകാശമേഘങ്ങൾക്കപ്പുറം എത്തിയ 1000 മർത്തനാഗാനങ്ങൾക്കൊപ്പം ആത്മാവിൻ ശുദ്ധി പഠിച്ചു വളർന്നവർ ആരും മരിക്കില്ല. ആശ്വാസദായകൻ ദൈവത്തിൻ കൺമുമ്പിൽ. അത്രയ്ക്കു മോഹിച്ചെടുത്തതാണീ വിളി, അത്രയ്ക്ക് ത്യാഗം സഹിച്ചു ലഭിച്ചതാണീ സത്യമാർഗം. അത്രയ്ക്ക് മോഹിച്ചെടുത്തതാണീ വിളി, അത്രയ്ക്കു ദാഹം സഹിച്ച് അത്രയ്ക്കു ത്യാഗം സഹിച്ചു ലഭിച്ചതാണീ സത്യമാർഗം. ആരും പിണങ്ങരുതീ വിധി കേൾക്കുകിൽ, ആരും പിണങ്ങരുതീ വിധി കേൾക്കുകിൽ, ആരും എതിർക്കരുതീ വിധി വിധിപ്പതിൽ. ആരും പിണങ്ങരുതീ വിധി കേൾക്കുകിൽ, ആരും എതിർക്കരുതീ വിധി വിധിപ്പതിൽ. ആരെങ്കിലും അസ്വാഭാവിക മൃത്യുവിൽപ്പെട്ടാൽ അക്ഷണം രാജിവയ്ക്കണം അധികാരസ്ഥാനീയർ. ആരെങ്കിലും അസ്വാഭാവിക മൃത്യുവിൽപ്പെട്ടാൽ അക്ഷണം രാജിവയ്ക്കണം അധികാരസ്ഥാനീയർ. അക്ഷണം രാജിവയ്ക്കണം അധികാരസ്ഥാനീയർ.